ഇന്ത്യ മുന്നണി അപകടത്തിലോ എന്നാണ് ചോദ്യം. ജിമ്മി, ഇന്ത്യ മുന്നണി അപകടത്തിലാണോ എന്നുള്ളത് കാലം തെളിയിക്കും. പക്ഷേ ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഒരു കാരണവശാലും ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ആരും പ്രതീക്ഷിച്ചതല്ല. ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന RSSന് വേണ്ടി എന്തും ചെയ്യുന്ന കോടാലിക്കൈയായി പ്രവർത്തിച്ച ഒരാളെ നാണം കെടുത്തി ആ പദവിയിൽ നിന്ന് പറഞ്ഞു വിടുക. ഇപ്പോഴും ജഗദീപ് ധൻഖർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന BJP, ഇത്രയും അപകടം നാണക്കേട് BJPക്ക് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ഷെയർ ഒരു ആരോപണം, ആദ്യമായി BJPക്കെതിരെ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം ക്ലച്ച് പിടിച്ചു തുടങ്ങുകയും ഇന്ത്യയിലെ മാധ്യമങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധിയുടെ പടയോട്ടം അതിങ്ങനെ കർണാടകത്തിൽ നിന്ന് ഇങ്ങനെ കുതിച്ചു വരുന്നു, ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതൊക്കെയാണ് അനുകൂലമായ സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഉണ്ടായ തിരിച്ചടിയെ 3 ഘട്ടമായി കാണണം. ഒന്ന്, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലെ അപകടം. 2, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ അപകടം. 3, തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് പ്രതികരിച്ചത് എന്നുള്ളതിലെ പ്രശ്നം. ഒരു കാര്യം ഓർത്ത് നോക്കൂ, ഈ ഇലക്ഷനിൽ മാറി നിന്ന പാർട്ടികളുടെ കാര്യം മാത്രം എടുക്കാം. ഒന്നാമത്തേത് ബിജു ജനതാദൾ ഒറീസയിലാണ്. BJPയുടെ കൂടെ കൂടി കുറേ കാലം ഭരിച്ച ശേഷം BJP പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് BJP സ്വന്തമായി ഒറീസ പിടിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ബിജു ജനതാദളിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കലി ഈ BJPയുടെ കൂടെ ആയിരിക്കണമല്ലോ. പക്ഷേ ആ ബിജു ജനതാദളിൻ്റെ അവർക്ക് 7 വോട്ടുണ്ട്. ആ വോട്ട് ഇന്ത്യ സഖ്യത്തിന് നേടാനായില്ല. അത്ഭുതമല്ലേ? BJPയാണ് അവിടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനോടൊരു വിരോധം കാണിക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന ബിജു ജനതാദളിനെ ഉപയോഗിക്കാൻ കൂടെ കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അടുത്തത്, നിങ്ങൾ ആന്ധ്രയിലേക്ക് പോകൂ. YSR കോൺഗ്രസിൻ്റെ പ്രശ്നം, അവിടെ തെലുങ്കുദേശം പാർട്ടി BJPയുടെ കൂടെ ചേർന്ന് ജൈത്രയാത്ര നിസാരമായി YSR കോൺഗ്രസിനെ ഒരു മൂലയിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. BJPയോട് കലിയുള്ള വേറൊരു രാഷ്ട്രീയ സഖ്യം. പഴയ കോൺഗ്രസ്സുകാരനുമാണ് ഈ YSR കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അപ്പോൾ അവിടെ 11 വോട്ടാണ്, 7-4 7 ലോക്സഭയിൽ 11 തിരിച്ച് 4 രാജ്യസഭയിൽ, ലോക്സഭയിൽ 7 രാജ്യസഭയിൽ. അപ്പോൾ അവിടെയും BJP കാരണം ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടേണ്ടതല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ആ 11 വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു പാർട്ടി BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. YSR കോൺഗ്രസ് BJPക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് BJPക്ക് ഇത്തവണ ഒരു പ്രതീക്ഷിച്ച വോട്ട് 430 മുകളിലേക്ക് കടന്നത്. അല്ലെങ്കിൽ അത് കടക്കൂല. 2 കാര്യത്തിൽ 2 അപകടം പറ്റി. മൂന്നാമത്തേത് വിട്ടുനിന്നത് BRS ആണ്. അത് തെലങ്കാനയിലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കോൺഗ്രസ് ആണ് അവിടെ BRSനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. അത് കിട്ടില്ല എന്ന് വരും. പക്ഷേ നോക്കൂ, എനിക്ക് അത്ഭുതം, YSR കോൺഗ്രസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത്? ആരായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി? അത് സുദർശൻ റെഡ്ഡിയാണ്. ഈ സംസ്ഥാനത്ത് നിന്നാണ്. ഒരുപക്ഷേ ഈ ഒരൊറ്റ കാരണം വെച്ചിട്ടായിരിക്കാം സുദർശൻ റെഡ്ഡി സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ. YSR കോൺഗ്രസിൻ്റെ വോട്ട് നേടുക, ഒരു ആന്ധ്ര വികാരം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അങ്ങനെ നിർണായകമായ ഒരു 18 വോട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് തന്നെ. അപ്പുറത്ത് മാനേജ് ചെയ്തോന്ന് എങ്ങനെ അറിയാം? എവിടെ? അതവരുടെ കഴിവല്ലേ? കഴിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് വളരെ വലിയൊരു കഴിവാണ്. സാഹചര്യം നിങ്ങൾക്ക് അനുകൂലം, പക്ഷെ നിങ്ങളത് ഉപയോഗിച്ചില്ല. നിങ്ങൾക്കത് എന്തുകൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. എനിക്ക് അത്ഭുതം, ഒറീസയിലും ആന്ധ്രാപ്രദേശിലും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികൾ, ആ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനെ സഹായിച്ചില്ലെങ്കിൽ ഇനി എന്ന് സഹായിക്കാനാ? മാത്രമല്ല, ആന്ധ്രാക്കാരനായ വളരെ വലിയ പേരുള്ള ഒരു ജഡ്ജി വരുന്നു. ഉപദേശീയതയാണെങ്കിൽ അത് പറയാം, BJP വിരോധമാണെങ്കിൽ അത് പറയാം. ഇതൊന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, അവിടെ മിഥുൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു MP ഉണ്ടല്ലോ. ആ MPയെ ജയിലിൽ അടച്ചത് ഈ TDPയും BJPയും ചേർന്ന YSRCPയുടെ MP അയാൾ. അതെ, അതിന് തൊട്ട് മുമ്പാണ് TDPയുടെ നേതാവിനെ ജഗൻമോഹൻ എടുത്ത് ജയിലിൽ തൂക്കിയിട്ടത്. അങ്ങനെ വളരെ വലിയ ശത്രുതയുള്ള സ്ഥലമാണ്. അത് നടന്നില്ല. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനുണ്ട്. സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് എത്രയാണ്? അത് 300 ആണോ, 313 ആണോ, 315 ആണോ, 324 ആണോ? പല കണക്കുകളുണ്ട്. നമുക്ക് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയോട് ചേർത്താൽ 324, അതല്ലെങ്കിൽ 313. എങ്ങനെയാണ് ഏറ്റവും അവസാനം ജയറാം രമേശ് 315 ട്വീറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, 313 ആണെന്ന് വിചാരിച്ചോളൂ. അത് ആപ്പ് ഒഴിവാക്കിയിട്ടാണ്.
അല്ല ആ ഒഴിവാക്കിയാൽ 313 വരാം. അതൊരു 13 13 രണ്ടും കൂടി കൂട്ടി രണ്ടുകൂടെ കൂട്ടിയിട്ട് 315 പുള്ളി ഫിക്സ് ചെയ്തത്. 313 കൂടെ ആപ്പിന്റെ അല്ല, അതായത് ഉണ്ട് 324. രണ്ടുപേര് വന്നു. മാർച്ച് ഒന്ന് ചെയ്തതുകൊണ്ട് ആസാദ് പാർട്ടിയിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദും പിന്നെ ഒവൈസിയും ഒവൈസി പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ രണ്ടുപേരാണ്. ഞാൻ ഈ ഒവൈസിയുടെ വോട്ട് നോക്കുമ്പോൾ ഒവൈസി പിന്നെ മിണ്ടിയിട്ടില്ല ഒവൈസി കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം വോട്ട് ചെയ്തോ ഇല്ലെന്നുള്ളത്. ശരി, എന്നാലും ഇരുന്നോട്ടെ. അപ്പോൾ 315 അവർ പറഞ്ഞു, 315 പ്രതീക്ഷിച്ചു എന്ന് വിചാരിക്കൂ. 300 വോട്ടേ കിട്ടിയുള്ളൂ. 15 വോട്ട് അസാധുവാണെന്ന് പറയുന്നു. ഈ 15 വോട്ട് അസാധുവാണ്. ഈ 15 വോട്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ അസാധുവാണെന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല. അത് ശരിയാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് അസാധുവുമായിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യം ഉറപ്പിച്ച 15 വോട്ടിൽ 15 ഇന്ത്യ സഖ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കുറച്ച് വോട്ടുകൾ ക്രോസ് വോട്ടിങ്ങിൽ പോയിട്ടുണ്ടാവാം, കുറച്ച് വോട്ടുകൾ അസാധുവായിട്ടുണ്ടാകാം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കുറച്ച് വോട്ടുകൾ അസാധുവായി പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു മിക്സാണ്. ഇനി ആരൊക്കെയാണ് ഇന്ത്യ സഖ്യത്തെ ചതിച്ചത്? ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹി അധികാരത്തിൽ നിന്ന് പോയ ശേഷം ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നതും കൂടി ചേർത്ത് കൊടുത്താൽ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഒരാളും ചോദിക്കാനും പറയാനുള്ള അവസ്ഥയിൽ അവർ തന്നെ പറയുന്നതനുസരിച്ച് കുറച്ച് പണച്ചാക്കുകളെ പൈസയൊക്കെ വാങ്ങിച്ച് ഇലക്ഷന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച അങ്ങനെ കുറേ ആളുകളൊക്കെയാണ്. അവരാർക്ക് വോട്ട് ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടിക്ക് പോലും ഒരു പിടിയില്ല. ഈ തെരഞ്ഞെടുപ്പ് സംഭവത്തിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ ട്വിറ്റർ ഹാൻഡിലുകൾ നിശബ്ദമാണ്, ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കാം. മറ്റൊന്ന്, ജാർഖണ്ഡ് മുക്തി മോർച്ച ഈ കാര്യത്തിൽ ചില ആളുകൾ പാലം വലിച്ചിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ശിവസേനയുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ചില ആളുകൾ വോട്ട് മറിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഇതൊന്നുമല്ല, തമിഴ്നാട്ടിൽ DMK-യിലും ചില വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടാകാം എന്നും വിചാരിക്കുന്നു. ഇതിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഡൽഹിയിൽ അവിടുത്തെ പാർലമെൻറ്റ് രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള MP-മാർ തന്നെ പറയും അവിടെ BJP ആളുകളെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 പേരെ സ്കെച്ച് ചെയ്തു എന്നാണ് പറയുക. 5 പേരെ വോട്ട് മറിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രത്യേകം ആൾ പോവും. എന്നിട്ട് കേസുകളിൽ നിന്ന് ഒഴിവാക്കി കേൾക്കാനോ പണം വാഗ്ദാനം ചെയ്യാനോ ഒന്നുമല്ലെങ്കിൽ അമിത്ഷാ നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ് ഇതിനല്ലേ നിങ്ങൾ കഴിവെന്ന് പറയുന്നത്? ആളുകളെ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വോട്ട് മറിക്കാൻ പറ്റിയില്ല എന്നാണ്. ഈ വോട്ട് നിങ്ങൾക്ക് മറിക്കാൻ പറ്റിയില്ല എന്നാണ്. കേൾക്കൂ. അപ്പോൾ അത് അംഗീകാരം ഇല്ലെന്നുള്ളതല്ല, ഇങ്ങനെയാണ് ഡൽഹിയിലെ ഓപ്പറേഷൻ. അപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച രഹസ്യ ബാലറ്റ് ആണെങ്കിൽ ഗംഭീരമായി. ഇതല്ലെങ്കിൽ തന്നെ പരസ്യ ബാലറ്റ് ആണെങ്കിൽ എന്താ ചെയ്യാമെന്നറിയാം. അപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു പ്രാവശ്യം വിപ്പ് കൊടുത്തില്ല. അത് ചെയ്താലും മതി, ഇഷ്ടമുള്ള വോട്ട് ചെയ്യാമല്ലോ, പദവി നഷ്ടമാവില്ല. അപ്പോൾ വിപ്പ് കൊടുക്കാതിരിക്കുക. രഹസ്യ ബാലറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പ്രതിപക്ഷ MP-മാരുടെ പുറകെ BJP-യുടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് നെഗറ്റീവ് അർത്ഥത്തിലോ പോസിറ്റീവ് അർത്ഥത്തിലോ നമുക്ക് വേറൊരു വിഷയം ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ, ഒരു നല്ലൊരു അവസരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അത് പോയി അതെങ്ങനെയാണ് സംഭവിച്ചതെന്നതിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ ഈ നടത്തുന്നത്. അങ്ങനെ BJP MP-മാർ BJP-യുടെ ഇലക്ഷൻ മാനേജേഴ്സ് ഇന്ത്യ സഖ്യത്തിലെ MP-മാരെ നോട്ടമിടുകയും കുറേ പേരെ മറിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ചില വോട്ടുകൾ എന്നിട്ടും ഇത് തെറ്റായി വോട്ട് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ നഷ്ടമല്ല, അതേസമയം BJP സഖ്യത്തിനും അങ്ങനെ വലിയ വിജയമെന്ന് പറയാനില്ല. 324 27 നിന്ന് 52 വന്നിട്ടില്ലേ? അതല്ല പറഞ്ഞത്. നിങ്ങൾ 452 വന്നില്ലേ? ആം ആദ്മി പാർട്ടിയെ വിടൂ. ആം ആദ്മി പാർട്ടി ഏറ്റവും അവസാനം വന്നതും ആം ആദ്മി പാർട്ടിക്ക് എന്താണെന്ന് തന്നെ രൂപമില്ലാതെ ഞാൻ പറഞ്ഞു. 315 315-ൽ ഒരു 7 വോട്ടുകൾ പോയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ 7 വോട്ടുകൾ ബാക്കിയുള്ള ചിലപ്പോൾ ഇൻവാലിഡായി പോയതും ആവാം എന്നുള്ളതാണ്. പക്ഷേ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ സഖ്യം താഴെത്തട്ടിലുണ്ടാക്കിയ വളരെ വലിയ ഒരു പ്രകമ്പനം, അതിൻ്റെ ഒരു ചൂരും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടെയുള്ള MP-മാർക്കും മനസ്സിലായില്ല. അതെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ജനം മുഴുവൻ നോക്കി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അവസരം വരുന്നു. ഇത് BJP ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ഗതികെട്ടിട്ടാണ് ജഗദീപ് ധൻഖറെ പുറത്താക്കിയത്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. ഇന്ത്യ സഖ്യം തകരുകയല്ല, ഇന്ത്യ സഖ്യം മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് പ്രശ്നം. ഇനി അടുത്തത്, ഈ സുദർശൻ റെഡ്ഡി ഒരു ജസ്റ്റിസാണ്. സുദർശൻ റെഡ്ഡിയെ കൊണ്ടുവരുമ്പോൾ അത് ആന്ധ്ര വികാരമൊക്കെ ഉയർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്തൊരു അപകടമുണ്ട്. നോക്കൂ, ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരെ പദവികൾ കാണിച്ച് വസൂലാക്കുന്നു, കൂടെ വരുത്തുന്നതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് പരാജയപ്പെടുകയും ഇനി എന്താ വരിക? ഒരു ജഡ്ജിയെ BJP ഏതെങ്കിലും പദവി കൊടുത്തപ്പോൾ നിങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ജസ്റ്റിസിനെ കൊണ്ടുവന്നില്ലേ? ജയിച്ചോ ഇല്ലെന്നുള്ള വേറൊരു കാര്യം, പക്ഷേ നിങ്ങളത് ചെയ്തില്ലേ? അപ്പോൾ സ്ട്രാറ്റജിക്കലി ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ
തിരിച്ചടിക്കാൻ പോവുകയാണ് ബി സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം. നിങ്ങളൊരു ജസ്റ്റിസിനെ മറ്റു പല ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കാം, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച ആളെന്നൊക്കെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ആരോപണത്തിന് ഒട്ടും കൂടെ നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇനി പാരയാകാൻ പോകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തോറ്റു. അതിനുശേഷം ഇത് അന്വേഷിക്കണം, പരിശോധിക്കണമെന്ന് പരസ്യമായ ഒരു നേതാവ് പറയുന്നതിലൂടെ ഒരു പ്രശ്നം നമ്മുടെ കൂടെ നിന്ന് വോട്ട് പോയി എന്നുള്ളതും മൊത്തത്തിലൊരു ആകെ ഒരു അസ്വസ്ഥത ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കി എന്നുള്ളതുമാണ്. പകരം വളരെ ധൈര്യത്തോടു കൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു യോജിച്ച പ്രസ്താവന, ഇന്ത്യ മുന്നണി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഇങ്ങനെയാണ്, എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ തെരഞ്ഞെടുപ്പ്. 2002 LK അദ്വാനിയുടെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് എതിർ പാർട്ടിക്ക് കോൺഗ്രസ്സിന് തൊട്ടടുത്ത് വരെ എത്താനായത്. അന്ന് 40.16 ഇന്ന് 39.48 അങ്ങനെയാണ്. വളരെ ചെറിയ 5 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ BJP ആയിരുന്നെങ്കിൽ ഈ പരാജയത്തെ വിജയമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വിജയമാക്കുന്ന രീതിയിലുള്ള ഒരുമിച്ചുള്ള ചില പ്രകടനങ്ങളും കണ്ടേനെ. അതും ഉണ്ടായില്ല. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളിൽ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നുള്ള മുന്നൊരുക്കങ്ങളിൽ, ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ, ഈ 3 കാര്യങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു അവസരം നഷ്ടമായി എന്നാണ് ഞാൻ കരുതുക. സുവർണ അവസരമായിരുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരിച്ചടി വലിയ വിഷയമാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നഷ്ടപ്പെടുത്തി കളഞ്ഞത് സുവർണ അവസരമാണ്, തർക്കമില്ല.